കുട്ടൻ ഒരുപക്ഷേ മലബാർ മേഖലയിൽ ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ UDFിൻ്റെ അടിയുറച്ച മണ്ഡലങ്ങളുമുണ്ട്. അവർ ഇത്തവണയും ആ അടിയുറച്ച മണ്ഡലങ്ങൾ അതുപോലെ തന്നെ കാക്കും എന്ന് തന്നെ വിശ്വാസമാണ് ഈ മുന്നണികൾക്കൊക്കെ തന്നെയുള്ളത്. അതോടൊപ്പം തന്നെ കാസർഗോഡ് അടക്കം BJP പ്രതീക്ഷ അർപ്പിക്കുന്ന ചില മണ്ഡലങ്ങളുമുണ്ട്. അതിൽ വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ആശ്വാസമാകുന്ന മലപ്പുറം ജില്ല തന്നെയാണ്. അവിടെയുള്ള ഭൂരിഭാഗം സീറ്റുകളും നേടിയെടുക്കാമെന്നുള്ള ആത്മവിശ്വാസം ഇത്തവണ ലീഗ് പുലർത്തുകയും ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലനമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാകും, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആരാകും മുഖ്യമന്ത്രി, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്ന തരത്തിൽ ലീഗിൻ്റെ അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പരസ്യമായി തന്നെ പറയുന്ന ഒരു സാഹചര്യം കൂടി വരികയും ചെയ്തത്. എങ്ങനെയാണ് വടക്കൻ കേരളത്തിലുള്ള മുന്നണികളുടെ ഒരു പ്രതീക്ഷ? നമുക്കറിയാം പാലക്കാട്, അതോടൊപ്പം തന്നെ കണ്ണൂരിലടക്കം ഇടതുപക്ഷത്തിൻ്റെ കോട്ടകളാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു വിള്ളൽ പോലും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിക്ക് ബോധ്യമുണ്ട്. UDFിലും കോൺഗ്രസിനും അടക്കം ബോധ്യമുണ്ട്. എങ്ങനെയാണ് ഈ നിലവിലുള്ള അവസാന നിമിഷത്തെ എക്സിറ്റ് പോളുകൾക്ക് ശേഷമുള്ള മുന്നണികളുടെ ഒരു വിലയിരുത്തലിനെ കുറിച്ച് പറയാനുള്ളത്? സിജു, LDF സർക്കാർ ഏതൊക്കെ കാലഘട്ടത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ LDFിനെ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ സംഭാവന നൽകുന്ന ഒരു മേഖലയാണ് മലബാർ. നേരത്തെ സിജു പറഞ്ഞതുപോലെ തന്നെ LDFിൻ്റെ പ്രത്യേകിച്ച് CPIMൻ്റെ വലിയ ശക്തി കേന്ദ്രങ്ങൾ ഇവിടുത്തെ പല ജില്ലകളിലുമുണ്ട്. ആകെ 60 മണ്ഡലങ്ങൾ, അതായത് കാസർഗോഡ് നിന്നും പാലക്കാട് വരെയുള്ള ഈ മലബാർ മേഖലകളിലെ ഈ 6 ജില്ലകളിലായി 60 മണ്ഡലങ്ങളാണുള്ളത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് 37 മണ്ഡലങ്ങൾ LDFിൻ്റെ കൂടിയാണ്. 23 എണ്ണമാണ് UDFിനുള്ളത്. ആ 23 എന്ന് പറയുന്നത് മലപ്പുറത്ത് ലീഗിന് വലിയ മേധാവിത്വമുള്ള ഒരു ജില്ലയാണ്. അവിടെ 13 സീറ്റും 16-ൽ 13 സീറ്റും മുസ്ലിം ലീഗിനാണ്. അതുകൊണ്ടാണ് അത്തരം ഒരു 23 എന്നുള്ളൊരു സംഖ്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കുറച്ചാൽ നോക്കൂ, മറ്റ് ജില്ലകളിൽ കോൺഗ്രസിന് വളരെ പരിമിതമായ സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. പക്ഷേ മലപ്പുറത്തെ ലീഗിൻ്റെ ആ സീറ്റ് കൂടി വരുമ്പോഴാണ് UDF ഈ പറയുന്നൊരു 23 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനകത്തും സ്വാഭാവികമായി ഈ സീറ്റുകളൊക്കെ LDFിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കണ്ണൂരിലും കോഴിക്കോടും പാലക്കാടും കാസർഗോഡും ഒക്കെയുള്ള LDFിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ തുടരും. മറ്റ് ജില്ലകളിൽ മലപ്പുറത്ത് നിലവിൽ 3 സീറ്റാണ് LDFിനുള്ളത്. അത് വർദ്ധിപ്പിക്കാതെ വേങ്ങര ഉൾപ്പെടെ ശക്തമായ മത്സരം, വേങ്ങരയും പെരിന്തൽമണ്ണയിലുമൊക്കെ ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. തിരൂർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മന്ത്രി അബ്ദുറഹ്മാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ വലിയ പ്രതീക്ഷ LDFിനെ സംബന്ധിച്ചുണ്ട്. അതേസമയം തന്നെ മറ്റ് ജില്ലകൾ, വയനാട്ടിലാണെങ്കിൽ മാനന്തവാടിയാണ് LDFിനുള്ളൊരു സീറ്റ്. പക്ഷേ അവിടെ മറ്റ് മണ്ഡലങ്ങളിലും മികച്ച പ്രകടനം LDF കാഴ്ചവെച്ചിരുന്നു. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാം CPIMൻ്റെയും LDFിൻ്റെയും ഒക്കെ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സീറ്റ് നിലയിൽ മറ്റ് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ പേരാവൂരിൽ ഉൾപ്പെടെ ഒരു അട്ടിമറി വിജയം, KK ശൈലജ ടീച്ചർ മത്സരിക്കുന്ന പേരാവൂരിൽ ഒരു അട്ടിമറി വിജയത്തിന് സാധ്യതയുണ്ട് എന്നുള്ള ഒരു പൊതു വിലയിരുത്തൽ ഉണ്ട്. ഏതായാലും LDFിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന ഈ മണ്ഡലങ്ങളിൽ അതേ സ്ഥിതി തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. വലിയ മുന്നേറ്റം കോഴിക്കോട് ജില്ലയിലാണ് എക്സിറ്റ് പോളിന്റെ ഭാഗമായി വന്ന വിവരങ്ങളിൽ. കുട്ടൻ, ഈ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് ഏതെങ്കിലും വിവരങ്ങൾ നമുക്കിപ്പോൾ ഈ സാഹചര്യത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും? പേരാവൂർ ഈ അടുത്ത എക്സിറ്റ് പോളിന് ശേഷം വന്നതാണ്. പേരാവൂർ അട്ടിമറി വിജയമാണ് ശൈലജ ടീച്ചർ നേടാൻ പോകുന്നത്. അവിടെ മത്സരിച്ച് നമുക്കറിയാം സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ. ഈ KPCC അധ്യക്ഷന്മാർ മത്സരിക്കേണ്ട എന്ന നിലപാട് കാലങ്ങളായി കോൺഗ്രസ് എടുത്തത്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് അവിടെ മത്സരിക്കുകയും ചെയ്തത്. നിലവിൽ ഏതൊക്കെയാണ് ഒരു തരത്തിൽ അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളെന്ന് ഇരുമുന്നണികളും വിശ്വസിക്കുന്നത്? സിജു, പേരാവൂരിൽ ശക്തമായ മത്സരം തന്നെയാണ് ഇത്തവണ നടന്നത്. സണ്ണി ജോസഫിൻ്റെ അവിടെ മറ്റൊരു കാര്യം, K സുധാകരൻ്റെ ഫാക്ടർ കൂടി അവിടെ ഉണ്ട്. K സുധാകരനെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന സണ്ണി ജോസഫിൻ്റെ നിലപാടുകളൊക്കെ അദ്ദേഹം K സുധാകരന് സീറ്റ് നിഷേധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്, സീറ്റ് നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ കത്തൊക്കെ പുറത്തുവന്നൊരു സാഹചര്യമുണ്ട്. ആ മേഖലയിൽ K സുധാകരൻ നല്ല സ്വാധീനമുള്ളൊരു കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടർ അവിടെ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ LDFിൻ്റെ സമീപകാലത്തൊന്നും ഇല്ലാത്ത അത്രയും ചിട്ടയായ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു പേരാവൂരിൽ നടത്തിയിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ LDF അതിൽ ഒരു വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. പക്ഷേ UDF സണ്ണി ജോസഫിനെ തന്നെ മണ്ഡലത്തിലെ ജനങ്ങൾ പിന്തുണക്കും, അവിടെ അട്ടിമറി ഉണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് UDF ഉള്ളത്. നമുക്ക് കോഴിക്കോട്ടേക്ക് വന്നാൽ, കോഴിക്കോടാണ് ഈ എക്സിറ്റ് പോളിനകത്ത് LDFിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പ്രവചിച്ച അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ജില്ല എന്നുള്ളത് കോഴിക്കോട് ജില്ലയാണ്. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു തിരിച്ചടി, അതിനെ പിൻപറ്റിക്കൊണ്ടാണ് ഇത്തരമൊരു വിലയിരുത്തലൊക്കെ വരുന്നത്. പക്ഷേ LDF ഇവിടെ ഉറച്ച് വിശ്വസിക്കുന്നത് കഴിഞ്ഞ അതേ സീറ്റ് നിലനിർത്താൻ പറ്റും. ചില സീറ്റുകൾ വടകര ഉൾപ്പെടെ, വടകരയിലൊക്കെ ശക്തമായ മത്സരം കഴിഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിശക്തമായ മത്സരം വടകരയിൽ നടന്നിട്ടുണ്ട്. അവിടെ ഉൾപ്പെടെ ഒരു അട്ടിമറി സാധ്യത ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് LDFിനുള്ളത്. അതേസമയം തന്നെ LDFിൻ്റെ പരമ്പരാഗതമായ ചില സീറ്റുകളൊക്കെ ഇത്തവണ കഴിഞ്ഞ തവണ ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ LDF വിജയിച്ച സീറ്റുകളുണ്ട്. അതൊക്കെ പിടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം UDF കേന്ദ്രങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് അത് UDFിനെ സംബന്ധിച്ച് ജയമായാലും തോൽവിയായാലും
വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ വരണം എന്നൊരു അഭിപ്രായം പങ്കുവച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ലല്ലോ. ലീഗിൻ്റെ മന്ത്രി കുഞ്ഞാലിക്കുട്ടി ആവണോ അല്ലെങ്കിൽ കെ എം ഷാജി ആവണോ എന്നൊന്നും കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയാറില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പാണക്കാട് തങ്ങൾ ഇടപെടേണ്ടതില്ല, ലീഗ് അധ്യക്ഷൻ ഇടപെടേണ്ടതില്ല എന്ന കടുത്ത നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ പിന്തുണക്കുന്ന നേതാക്കൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ കെ സി വേണുഗോപാലിനെ പിന്തുണക്കുന്ന നേതാക്കൾ ഉൾപ്പെടെ അത്തരമൊരു വികാരമാണ് പങ്കുവച്ചിരിക്കുന്നത്. അതിനകത്ത് തീർത്തും അപക്വമായ ഒരു രാഷ്ട്രീയ നേതാവിന് ചേരാത്ത പ്രതികരണമാണ് ലീഗ് അധ്യക്ഷൻ നടത്തിയത് എന്നുള്ളൊരു വിശകലനമാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ, വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മുന്നണിക്കകത്ത് ഉടലെടുത്തിട്ടുമുണ്ട്. സിജു. ശരി, പി വി കുട്ടനാണ് വടക്കൻ കേരളത്തിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോളിന് ശേഷം ആ എക്സിറ്റ് പോളിലാണ് UDFിൻ്റെ ആത്മവിശ്വാസം. അതോടൊപ്പം തന്നെ ഒരു ഭരണവിരുദ്ധ വികാരവുമില്ല, സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലുമില്ല, മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തന്നെ തുടരണമെന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ കൂടിയാണ് വലിയ ആത്മവിശ്വാസം LDFിനുമുള്ളത്. ഭരണ തുടർച്ച തന്നെ ഉണ്ടാകുമെന്നാണ് LDF ക്യാമ്പ് വിശ്വസിക്കുകയും ചെയ്യുന്നത്.